ഹലോ ഫ്രണ്ട്സ്, നെഹ ടിപ്സ് ആൻഡ് ടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കിച്ചൺ ടിപ്സുകൾ ഉൾപ്പെടുത്തിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ എത്ര തുരുമ്പ് പിടിച്ച ചീനച്ചട്ടിയാണെങ്കിൽ ഏത് പാത്രമാണെങ്കിലും നമുക്ക് നിമിഷ നേരം കൊണ്ട് ക്ലീൻ ചെയ്തെടുക്കാം. വേറെ ഒരു മിനിറ്റ് മതി. അതിൻ്റെ കൂടെ കുറച്ച് നല്ല നല്ല ടിപ്സുകളൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം. അടിപൊളി റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നത് നോക്കാം. എത്ര തുരുമ്പ് പിടിച്ച ചട്ടിയാണെങ്കിലും ആരും ആക്രിക്ക് ഇനി കൊടുക്കരുത്. ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. ഒരു തുള്ളി ടൂത്ത് പേസ്റ്റ് മാത്രം മതി, ശരിക്കും ഞെട്ടിക്കും കേട്ടോ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവേ. അപ്പോൾ ഫസ്റ്റ് ടിപ്പ്, ഞാൻ ഇവിടെ കുറച്ച് മാവ് അരച്ച് വെച്ചിട്ടുണ്ട്. ദോശയ്ക്കുള്ള മാവാണ് അരച്ച് വെച്ചിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ദോശയ്ക്കാണേലും വെള്ളയപ്പത്തിനാണേലും നിങ്ങൾ എടുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. ഇതിലേക്ക് ഒരു കുടം നമ്മൾ അരച്ച് വെക്കുന്ന വൈകുന്നേരം രാത്രിയിലാണെങ്കിൽ നിങ്ങൾ അതിലേക്ക് ഒരു കുടം വെളുത്തുള്ളി ഇട്ട് വെച്ചതിന് ശേഷം നിങ്ങൾ അടച്ച് വെക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഇത് നല്ലപോലെ പൊങ്ങി വരികയും ആ മാവ് പൊങ്ങി വരികയും പുളി ഒട്ടുമില്ലാതെ തന്നെ സോഫ്റ്റും ടേസ്റ്റുമായിട്ടുള്ള പിന്നെ മാവ് ഇവിടെ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈസ്റ്റർ സോഡാപ്പൊടി ഒന്നും ഇല്ലാതെ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. എന്നിട്ട് ഒരുപാട് കുത്തി എടുക്കാതെ ഈ സോപ്പ് പോലെ ആയിരിക്കും നമ്മുടെ മാവിരിക്കുന്നത്. അത് കുത്തി പൊട്ടിക്കാതെ തന്നെ നിങ്ങൾ പതുക്കെ വേണം ഇതൊന്ന് ഉപ്പിട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ ചെയ്താൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ദോശയാണെങ്കിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ആവശ്യത്തിന് ഉപ്പിട്ടതിന് ശേഷമാണ് ഞാൻ ഇവിടെ മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ദോശയോ ഇഡ്ഡലി എന്ത് വേണമെങ്കിലും ഉണ്ടാക്കും. നല്ല ക്രിസ്പി അതുപോലെ സോഫ്റ്റും ആയിട്ടുള്ള അടിപൊളി ദോശ ഇവിടെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ല ഗുണ്ടുമണി പോലത്തെ ഇഡ്ഡലിയും നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഈ ഒരൊറ്റ മാവ് കൊണ്ട് നമുക്കിതെല്ലാം ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ എൻ്റെ വീഡിയോസ് നിങ്ങൾ ഏതൊക്കെ സ്ഥലങ്ങളിൽ ഇരുന്ന് കാണുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സ്ഥലങ്ങളുടെ പേര് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. ഇപ്പോൾ നമ്മുടെ കത്രിക, നമ്മൾ മീൻ വെട്ടാൻ, ഇറച്ചി കട്ടേനൊക്കെ നമ്മൾ കത്രിക എടുക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഈ കത്രിക കുറേ നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിൻ്റെ മൂർച്ച പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ 5 പൈസ മുടക്കില്ലാതെ വീട്ടിൽ തന്നെ നമുക്ക് കത്രികയുടെ മൂർച്ച കൂട്ടാം. അതിനായിട്ട് നമ്മുടെ ഒരു ചിരട്ട മാത്രം മതി കേട്ടോ. ഈ ചിരട്ടയുടെ ഈ നമ്മൾ പൊട്ടിച്ചെടുക്കുന്ന ആ വട്ടം ഉണ്ടല്ലോ, അവിടേക്ക് നമ്മൾ കത്രികയും കൊണ്ട് പതുക്കെ ഒന്ന് കട്ട് ചെയ്തെന്ന പോലെ ആക്കിയെടുക്കാം. ഒരുപാട് ശക്തിക്കൊന്നും കട്ട് ചെയ്താൽ നമ്മുടെ കത്രിക ഒടിഞ്ഞു പോകും. പതുക്കെ ആ ഒരു മൂർച്ചയുള്ള ഭാഗങ്ങളിലേക്ക് ഇതുപോലെ ഞാൻ ഈ ചെയ്യുന്ന പോലെ നിങ്ങൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ ഈ കത്രികയ്ക്ക് ഭയങ്കര മൂർച്ചക്കുറവായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെയാണ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത്. എന്നിട്ട് ഈ കത്രിക നമ്മുടെ ഇത് ചിരട്ടയുടെ ഉള്ളിലോട്ടാക്കിയിട്ട് ഒന്നുകൂടി ഇങ്ങനെ കട്ട് ചെയ്ത് ഒന്ന് എടുക്കുവാണെങ്കിൽ കണ്ട ഇതേ രീതിയിലൊന്ന് ആക്കി എടുക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ കത്രികയ്ക്ക് മൂർച്ച കിട്ടുന്നത്. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കാണിയാൽ പ്ലാസ്റ്റിക് കവറാണെങ്കിലും പേപ്പറാണെങ്കിലും തുണിയാണെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ നല്ലപോലെ ഒന്ന് മൂർച്ചയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറിൻ്റെ ഒരു ഇതാണ് കേട്ടോ. കണ്ടോ, പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം സൂപ്പറായിട്ട് കട്ട് ചെയ്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കണം. നല്ല ഇതാണ്. 5 പൈസ കൊടുത്ത് നമുക്കിത് മൂർച്ച കൂട്ടേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുമല്ലോ. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. ഇപ്പം ഞാൻ ഇവിടെ കുറച്ച് പതപ്പയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. എല്ലാ ഇറച്ചി മേടിക്കുന്നിടത്ത് നമുക്ക് കിട്ടുന്നതാണ് പതപ്പ. അപ്പോൾ ഈ പതപ്പയ്ക്ക് ഭയങ്കര ബ്ലഡിൻ്റെ അംശം കൂടുതലാണ്. അപ്പോൾ നല്ലപോലെ കഴുകുന്നതിന് മുമ്പ് നിങ്ങൾ കുറച്ച് ചെറു ചൂടുവെള്ളത്തിലേക്ക് ഇതിട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കല്ലുപ്പ് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് കഴുകി നോക്കും. നല്ല വെളുത്ത് നമ്മുടെ ഇറച്ചി ഇത് കിട്ടുകയും ചെയ്യും. നല്ല ക്ലീൻ ആകുകയും ചെയ്യും. ബ്ലഡിന് മയം ഒന്നും കാണത്തുമില്ല കേട്ടോ. ഞാനിങ്ങനെയാണ് ചെയ്ത് നോക്കാറുള്ളത്. അപ്പോൾ നിങ്ങളിങ്ങനെയാണോ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഒന്ന് കൈ കൊണ്ട് ഒന്ന് ഞെവിടി എടുത്താൽ മാത്രം മതി. കണ്ട ആ ഒരു അഴുക്ക് ഇത് കണ്ട് ഇതെല്ലാം ഫുള്ള് നല്ല പോയി നല്ല ക്ലീനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പം എല്ലാവരും ഇതും ചെയ്തൊന്ന് നോക്കണം. ഇങ്ങനെ ഇത് മേടിച്ച് കഴിക്കുന്നവർ അങ്ങോട്ടൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. ഇപ്പം നമ്മുടെ വീടുകളിൽ ഒത്തിരി ഇരുമ്പ് പാത്രങ്ങളാണ്. നോൺ സ്റ്റിക്കിനെക്കാട്ടും നല്ല രീതിയിൽ നല്ലത് നമ്മുടെ ഇരുമ്പ് ചട്ടി തന്നെയാണ് കേട്ടോ. അപ്പോൾ എത്ര തുരുമ്പ് പിടിച്ച ഇരുമ്പ് ചട്ടി ആണെങ്കിലും ഏത് ഇരുമ്പ് പാത്രങ്ങളാണേലും ആക്രിക്കാർക്ക് വലിച്ചെറിഞ്ഞ് കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങളത് ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് പുതുപുതനായിട്ട് നോൺ സ്റ്റിക്കിൻ്റെ രൂപത്തിലാക്കിയെടുക്കാം. അതിനായിട്ട് നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട, വെറും 1 മിനിറ്റ് മതി. അപ്പോൾ ഇത് തുരുമ്പ് പിടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഇത് പുതിയ ചട്ടിയായിരുന്നു കേട്ടോ. ഞാനൊന്ന് ഇതാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ 2-3 ദിവസം എടുക്കാതെ ഇരുന്നപ്പോൾ സംഭവിച്ചതാണിത്. അപ്പോൾ ഈ തുരുമ്പ് പിടിച്ച് വെള്ളത്തിൻ്റെ അംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്ന ഉറപ്പാണ് കേട്ടോ. അതുകൊണ്ട് എണ്ണ വരട്ട് നിങ്ങൾ സ്ഥിരം വെച്ചേക്കാം. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് വേറൊന്നിൻ്റെ ആവശ്യമില്ല. നമ്മൾ പല്ല് തേക്കുക, നമ്മുടെ പേസ്റ്റ് മാത്രം മതി. ഏത് പേസ്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല. കുറച്ച് തേക്കുക. എന്നിട്ട് അതിൻ്റെ അകത്തിട്ട് കുറച്ചിട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് നമ്മുടെ കൈ കൊണ്ട് അതിൻ്റെ അകവും പുറവും തുരുമ്പ് പിടിച്ചിട്ട് എല്ലാം ഒന്ന് തേച്ചിട്ട് 2 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് നിങ്ങൾക്ക് സമയം കിട്ടുന്ന പോലെ വെച്ചേക്കുക. അതിന് ശേഷം നിങ്ങൾ ഒന്ന് ഇതേ രീതിയിലൊന്ന് സ്ക്രബ്ബർ കൊണ്ട് ഒന്ന് തേച്ചിട്ട് ഒന്ന് കഴുകി
എടുത്താൽ മതി. പിന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ല, ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ടും കൂടെ ചെയ്യാൻ പറയണം കേട്ടോ. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് ഈ ടിപ്പ്. അറിയാത്ത ഇങ്ങനത്തെ തുരുമ്പ് പിടിച്ചതൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് മടിച്ചിരിക്കുന്ന വീട്ടമ്മമാരൊക്കെ ഒരു പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് നോക്കും. ഒരുപാട് കഷ്ടപ്പാടില്ല, നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. സോപ്പ് പൊടിയോ വിനാഗിരിയോ കാര്യങ്ങളോ ഒന്നും വേണ്ട, നമ്മുടെ ടൂത്ത് പേസ്റ്റ് മാത്രം മതി. എന്നിട്ട് ഞാനിതിപ്പോൾ നമ്മുടെ സ്ക്രബ്ബർ കൊണ്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഉരച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ കഴുകി കാണിച്ചിട്ട് ശരിക്കും ഇരിക്കുന്ന അടിപൊളി റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ ആ തുരുമ്പെല്ലാം പോയിട്ടുണ്ട്. എനിക്ക് ഇതുണ്ടായിരുന്നു, എനിക്ക് എന്നപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് തുരുമ്പ് പിടിച്ച് ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ ഓർത്തിപ്പോൾ നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ച ഒരാളെന്ന് ഓർത്തിട്ടാണ് ഞാൻ ചെയ്തത് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇവിടെ ക്ലീൻ ആക്കി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്, നല്ല സൂപ്പറായിട്ട്. അതിനുശേഷം ഇന്നൊരു തുണി വെച്ച് നല്ലപോലെ തുടച്ചെടുത്തിട്ട് നമ്മളിത് എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇതിൻ്റെ അകത്ത് എണ്ണമയം ഓൾറെഡി കാണും. ഇല്ലെങ്കിൽ നിങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴുകി കഴിയുമ്പോൾ ഇച്ചിരി എണ്ണയൊന്ന് തൂത്തിട്ട് മാറ്റി വെക്കുക കേട്ടോ. ഇപ്പോൾ നമുക്ക് അതിനായിട്ട് സ്പെഷ്യലായിട്ട് ഇതിനകത്ത് എണ്ണയൊന്നും ഒഴിക്കേണ്ട. എണ്ണ കവറിൽ ഒരുപാട് എണ്ണമയോ അതിൻ്റെ അകത്തുണ്ടല്ലേ, നമ്മൾ കവറിലോട്ട് നമ്മൾ കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുത്തപ്പോൾ ആ കവറിൻ്റെ അകത്ത് എണ്ണ കാണാം. ആ ഒരു എണ്ണ കവർ ഒന്ന് കട്ട് ചെയ്യുക, അതിനുള്ളിലേക്ക് ഇതൊന്ന് ആക്കി കൊടുത്ത ശേഷം ആ കവറിൽ തന്നെ നിങ്ങൾ അങ്ങനെ പൊതിഞ്ഞ് വെച്ചാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ നിങ്ങൾ ആ കവർ കൊണ്ടൊന്ന് തൂത്ത് കൊടുത്താലും കുഴപ്പമില്ല. അപ്പോൾ എണ്ണമയം പിടിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് തുരുമ്പ് പിടിക്കത്തില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു. എല്ലാവർക്കും അറിയാമായിരിക്കും ഈ ഒരു ടിപ്പ്. അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് പറയണം, അവരൊന്ന് ചെയ്തും കൂടെ നോക്കണം. നിങ്ങൾക്ക് അറിയാത്തവർക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ടും കൂടെ ചെയ്യാൻ പറയണം. അപ്പോൾ ഇത് കണ്ടിട്ട് സൂപ്പറായിട്ട് ഇവിടെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. അങ്ങനെ തുരുമ്പെല്ലാം പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ തുരുമ്പ് വന്ന് ഇതൊന്നും കളയരുത്. ചെറിയ പാത്രങ്ങളാണ്, നമുക്ക് ഇഷ്ടപ്പെട്ട പാത്രങ്ങൾ തുരുമ്പ് പിടിക്കും, നമ്മൾ മാറ്റി വെക്കാറുണ്ട്. അങ്ങനെയൊന്നും ചെയ്യേണ്ട, നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ കണ്ടില്ല, നമ്മുടെ ആ ഒരു പുതുപുത്തനായിട്ട് നോൺ സ്റ്റിക്ക് പോലെ ആയിട്ടുണ്ട്. ഇപ്പോൾ മുട്ടയൊക്കെ പൊടിച്ചെടുക്കാൻ സിമ്പിളായിട്ട് മുട്ടയൊക്കെ പൊടിച്ചെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുമല്ലോ. അപ്പോൾ ഇന്നത്തെ ടിപ്സുകളെല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.